ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. എങ്ങനെയാണ് യൂറോപ്പ് എല്ലായ്പ്പോഴും ഇത്ര വൃത്തിയായും ഭംഗിയായും ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, വളരെ നല്ലൊരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഡിസൈൻ ചെയ്യുകയും അത് നടപ്പിൽ വരുത്തുകയും അതിനോട് വളരെയധികം സഹകരിക്കുകയും ചെയ്യുന്ന ജനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പുറകിലുള്ള രഹസ്യം എന്ന് പറയുന്നത്. വേസ്റ്റ് മാനേജ്മെന്റ് എല്ലായ്പ്പോഴും ഒരു പ്രശ്നമായി തീരുന്നത് എങ്ങനെയാണ് വേസ്റ്റ് കളക്ട് ചെയ്യപ്പെടുന്നത് എന്നുമായി ബന്ധപ്പെടുത്തിയാണ്. അതായത് എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കുഴഞ്ഞ മറിഞ്ഞ രീതിയിലാണ് ഒരു വേസ്റ്റ് വരുന്നതെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് വിജയം എന്ന് പറയുന്നത് അത് തരംതിരിക്കുന്ന രീതിയും കളക്ട് ചെയ്യുന്ന രീതിയും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു വീടിലെ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡുകളിലെ വേസ്റ്റ് എങ്ങനെയാണ് തരംതിരിക്കപ്പെടുന്നതെന്ന് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചും 3 തരത്തിലാണ് ഇവിടെ വേസ്റ്റ് നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വേർതിരിച്ചുകൊണ്ട് സംസ്കരിക്കാൻ കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഫുഡ് വേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഫുഡ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്കൊരു ബിൻ ഉണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നത് പോലെ ഇതാണ് ബിൻ ലൈനർ എന്ന് നമ്മൾ പറയാം. ഇത് കാണുമ്പോഴും തൊടുമ്പോഴും പ്ലാസ്റ്റിക് പോലെ ഫീൽ ചെയ്യുമെങ്കിലും ഇതിൽ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒപ്പം അലിയിച്ച് കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഈ ബാഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ ഫുഡ് വേസ്റ്റും ഇതിനകത്തേക്കാണ് ഇട്ട് സൂക്ഷിക്കുക. അതുകൂടാതെ ഇത് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇത് കെട്ടിയിട്ട് നമുക്ക് ഫുഡ് വേസ്റ്റ് ഇടാൻ വേണ്ടി മാത്രമുള്ള ഒരു ബിന്ന് നമ്മളുടെ അപ്പാർട്ട്മെന്റിന്റെ ഏരിയയിൽ ഉണ്ടാവും. അങ്ങനെയാണ് ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്യുന്നത്. ഈ നേരത്തെ പറഞ്ഞ ഈ ബിൻ ബാഗ് നമുക്ക് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് തരികയും ചെയ്യും. അങ്ങനെയാണ് ഫുഡ് വേസ്റ്റിന്റെ കളക്ഷൻ നടക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വേസ്റ്റ് എന്ന് പറയുന്നത് ലാൻഡ് ഫിൽ വേസ്റ്റ് ആണ്. ലാൻഡ് ഫിൽ വേസ്റ്റിനെ കുറിച്ച് പറഞ്ഞതിന് മുൻപ് ഞാൻ റീസൈക്ലബിളിനെ കുറിച്ച് പറയാം. റീസൈക്ലബിൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. അതായത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വേസ്റ്റുകൾ, അതാണ് റീസൈക്ലബിൾ. അപ്പൊ നമ്മൾ റീസൈക്ലബിൾ കളക്ട് ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു പാത്രം അല്ലെങ്കിൽ ഒരു വലിയ കണ്ടെയ്നറോ എന്തിനു വേണമെങ്കിൽ നമുക്കത് കളക്ട് ചെയ്യാം. അപ്പൊ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ ഒരു ടബ് പോലത്തെ സെറ്റപ്പിലാണ് നമ്മൾ റീസൈക്ലബിൾ വേസ്റ്റ് കളക്ട് ചെയ്യുന്നത്. ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ആഴ്ചയും കളക്ട് ചെയ്യാൻ കൗൺസിലിന്റെ ട്രക്ക് വരും. അപ്പൊ നമ്മൾ റീസൈക്ലബിൾ ബിന്നിൽ ഇടേണ്ട സാധനങ്ങൾ അതിലിട്ട ശേഷം ഒരു ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ പുറത്തുള്ള ബ്ലൂ കളറിലുള്ള ഒരു ബിന്നുണ്ട്, അതാണ് റീസൈക്ലബിളിന്റെ. അതിനകത്ത് കൊണ്ടിട്ടാൽ അവരത് എടുത്തിട്ട് പോകും. റീസൈക്ലബിൾ ബിൻസ് പലപ്പോഴും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്ന എല്ലാ വസ്തുക്കളുമാണ് അതിനകത്ത് പോവുക. അത് പ്രത്യേകിച്ച് നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും ആ കണ്ടെയ്നറിനകത്ത് വളരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ നമ്മൾ അത് നോക്കുക, കറക്റ്റ് ആയിട്ട് വേർതിരിച്ച് ഇടുക എന്നുള്ളതാണ്. ഇപ്പൊ കുറെ തവണ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ നോക്കാതെ തന്നെ അത് മനസ്സിലാവും. അതാണ് റീസൈക്ലബിൾ. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നതാണ് ലാൻഡ് ഫിൽ വേസ്റ്റ്. അപ്പൊ ലാൻഡ് ഫിൽ വേസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫുഡ് വേസ്റ്റ് പോലെ കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ പറ്റില്ല, റീസൈക്ലബിൾ പോലെ വീണ്ടും ഉപയോഗിക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയുള്ള വേസ്റ്റുകളെയാണ് നമ്മൾ ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്. അപ്പൊ ലാൻഡ് ഫിൽ നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ശേഖരിച്ച് വെച്ചിട്ട് ഒരാഴ്ചയാകുമ്പോൾ നമ്മളത് കെട്ടിയിട്ട് കറുത്ത മൂടിയുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് ബിൻ എന്നാണ് ഇവിടെ പറഞ്ഞത്, കറുത്ത ലിഡുള്ള ഈ ബിന്നിലാണ് നമ്മൾ കൊണ്ടിടുക. അങ്ങനെ ഒരു വീട്ടിൽ വരുന്ന എല്ലാ വേസ്റ്റും 3ആയി തരംതിരിച്ച ശേഷം നമ്മൾ അതത് സ്ഥലത്ത് കൊണ്ടിട്ടാൽ ഓരോ ആഴ്ചയിലും കറക്റ്റ് ആയിട്ട് ട്രക്ക് വന്നിട്ട് അത് കളക്ട് ചെയ്തിട്ട് പോകും. അപ്പൊ നമ്മുടെ വീട് എല്ലായ്പ്പോഴും ക്ലീൻ ആയിരിക്കും. പ്രത്യേകിച്ചും എനിക്കിത് വളരെ ഇഷ്ടമാണ് ഈ കാര്യം ചെയ്യാൻ വേണ്ടി, എല്ലാം ഇങ്ങനെ തരംതിരിച്ച് വെക്കുക. ഞാൻ പ്രത്യേകിച്ചും കുറച്ചൊരു ഇങ്ങനെ കാര്യങ്ങൾ പക്ക അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ചെയ്യണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ മുഴുവൻ വേസ്റ്റും കറക്റ്റ് ആയിട്ട് നമുക്ക് കളയാൻ പറ്റി, വീട് വൃത്തിയായി എന്ന് കാണുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇത് കൂടാതെ ഇപ്പോൾ ഒരു വീട്ടിൽ ഇത് മാത്രമല്ല, ഇതിനപ്പുറത്തും വേറെ പല വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ. അതായത് അതിലൊരു എക്സാമ്പിൾ ആണ് ഗ്ലാസ് വേസ്റ്റുകൾ അല്ലെങ്കിൽ ചില്ല്. ഇപ്പൊ നമ്മൾ അച്ചാറൊക്കെ വാങ്ങിച്ചാൽ ചില്ലിന്റെ കുപ്പിയാണല്ലോ കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ വല്ല ക്രീമുകളൊക്കെ വാങ്ങിക്കുന്നതിനൊക്കെ. അപ്പോൾ ഗ്ലാസ് ഈ പറഞ്ഞ ഏതിലിടാൻ പറ്റില്ല, അതിന് നമുക്ക് സെപ്പറേറ്റ് വേറൊരു ബിന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലാകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ ഉണ്ട്. അത് ഇവർ 2 മാസമോ 3 മാസമോ കൂടുമ്പോഴാണ് കളക്ട് ചെയ്ത് ഇതിനകത്ത് ഒരുപാട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിനകത്താണ് ഗ്ലാസ് വേസ്റ്റ് ഇടുക. ഇനി നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ വീടുകളുടെ പലതരത്തിലുള്ള വീടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ലയൺ വീടുകൾ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്.
അവർക്ക് ഇങ്ങനെ ഒരു അപ്പാർട്ട്മെന്റിനുള്ള പോലെ സ്വന്തമായിട്ട് ബിന്ന് എല്ലായ്പ്പോഴും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു കോമൺ സ്പേസ് ഓരോ സ്ഥലത്തും ഒരു പ്രത്യേക ഏരിയയിൽ ഗ്ലാസ് ബിന്ന് കളക്ട് ചെയ്യുക, ഗ്ലാസിന്റെ സാധനം കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ബിന്ന് വെച്ചിട്ടുണ്ടാവും. നമ്മൾ അത് അവിടെ കൊണ്ടുപോയി ഇടുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് അവര് ഗ്ലാസ് കളക്ട് ചെയ്യുന്നത്. ഇനി അതിനും പുറമെ വരുന്ന വേറെ പല വേസ്റ്റുകളുമാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ വീടിന്റെ ഒരു റൂം റിനോവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാത്റൂം ഒന്ന് റിഫർബിഷ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് സിമെന്റ് വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫർണിച്ചറിന്റെ വേസ്റ്റ്, ഇഷ്ടിക, ഇത്തരം പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെയുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കൗൺസിലിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വലിയ ഈ സാധനം, അതായത് ട്രക്കിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ ഇത് കൊണ്ടുവന്ന് നമ്മുടെ വീടിന് ഫ്രണ്ടിൽ അവർ വെക്കും. അത് നമുക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ലെങ്കിൽ നമ്മുടെ ഈ റിനോവേഷൻ വർക്ക് കഴിയുന്നവരെ നമ്മുടെ ഫ്രണ്ടിൽ അത് വെക്കും. നമുക്ക് അതിൽ എല്ലാ വേസ്റ്റും ഇട്ടുകൊണ്ടിരിക്കാം. അത് നിറഞ്ഞു കഴിയുമ്പോൾ അവരത് എടുത്തിട്ട് പോകും. അപ്പൊ ഇങ്ങനെയാണ് മുഴുവൻ ഹൗസ് ഹോൾഡ് വേസ്റ്റുകളും ഇവിടെ ഡീൽ ചെയ്യുന്നത്. ഇത് കൂടാതെ വരുന്ന തുണിയുടെ വേസ്റ്റ് അല്ലെങ്കിൽ ഷൂസ്, ചെരുപ്പ്, ഇത്തരം കാര്യങ്ങളും നമ്മൾ വളരെ വൃത്തിയായി ഒരു കവറിൽ കെട്ടിയിട്ട് ഈ ലാൻഡ് ഫിൽ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളുകളെ ഏൽപ്പിച്ചാൽ അവരത് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ ഈ രീതിയിൽ എല്ലായ്പ്പോഴും ഇത് വേസ്റ്റ് മാനേജ്മെന്റ് വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുന്നതിന്റെ ഒരു എഫിഷ്യൻസി എനിക്ക് ഫീൽ ചെയ്തത്, ഇവർക്ക് ഇതിനു വേണ്ടി മാത്രം ഒരു വെബ്സൈറ്റ് ഉണ്ട് കൗൺസിലിന്. അതായത് നമുക്ക് നമ്മളുടെ പോസ്റ്റ് കോഡോ അല്ലെങ്കിൽ നമ്മളുടെ ഏരിയയുടെ സ്ഥലമോ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ദിവസങ്ങളിൽ ആണ് ഇവിടെ വേസ്റ്റ് എടുക്കാൻ വരുന്നത് എന്നുള്ളത് വരെ അപ്ഡേറ്റ് ആയിട്ട് ഒരു വളരെ നല്ല വെബ്സൈറ്റ് ഇവർക്കുണ്ട്. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. പ്രത്യേകിച്ചും നമ്മൾ പുതുതായിട്ട് താമസിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നമ്മൾ പുതുതായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചും അറിയില്ലെങ്കിൽ നമുക്ക് ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആണ് ഈ വെബ്സൈറ്റ്. ഈ ഇൻഫർമേഷൻ കൂടാതെ നമുക്കൊരു ബിന്ന് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാനും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ വേസ്റ്റ് മാനേജ്മെന്റ് ബന്ധപ്പെട്ട ഈ വെബ്സൈറ്റിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടും. അത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അപ്പാർട്ട്മെന്റിലായതുകൊണ്ട് നമുക്ക് അപ്പാർട്ട്മെന്റ് ബ്ലോക്കുകളിൽ മാത്രമായിട്ട് ബിൻ ബോക്സസ് ഉണ്ട്. അല്ലാത്ത വീടുകൾ അല്ലെങ്കിൽ റോഡ് സൈഡിലുള്ള മറ്റ് ഒറ്റക്കെട്ടുള്ള വീടുകളിൽ എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ടൊരു ഫുഡ് ബിന്നും റീസൈക്ലബിൾ ബിന്നും ഒരു ബ്ലാക്ക് ബിന്നും ഉണ്ടാവും. 3 ബിൻ ഉണ്ടാവും. ഇത് 3 ദിവസങ്ങളിലായിരിക്കും കളക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവർ അത് അതിൽ നിറച്ച് വെച്ചിട്ട് അവരുടെ കളക്ഷൻ ദിവസം, അതായത് കളക്ഷൻ ദിവസം നാളെയാണെങ്കിൽ ഇന്ന് രാത്രി അത് അവരവിടെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവെക്കും. അങ്ങനെ വെച്ച ബിന്നുകളാണ് നിങ്ങളിപ്പോൾ ഈ 2 സൈഡിലും കാണുന്നത്. ഇന്ന് ഇവരുടെ കളക്ഷൻ ഡേ ആണ്. അപ്പൊ ഈ ബിന്ന് ഇവിടെ ഉണ്ടാവും. കളക്ഷൻ ട്രക്ക് വന്നിട്ട് ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് പോകും. അങ്ങനെയാണ് അപ്പാർട്ട്മെന്റ് അല്ലാത്ത അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വീടുകളിലെ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നത്. ഇത്തരം ഹൗസ് ഹോൾഡ് വേസ്റ്റുകൾക്ക് പുറമെ വരുന്ന ജനറൽ വേസ്റ്റുകൾ അല്ലെങ്കിൽ ആളുകൾ കൂടിച്ചേരുന്ന സ്ഥലങ്ങളിൽ വരുന്ന വേസ്റ്റുകൾ കളക്ട് ചെയ്യാൻ സിറ്റിയുടെ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ടാവും. ആളുകൾ കൂടുന്ന പാർക്കുകളില്, സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടില്, ബസ് സ്റ്റോപ്പുകളില്, ബസ് സ്റ്റാൻഡുകളിൽ, ഈവൻ നടന്നു പോകുന്ന എല്ലാ റോഡ് സൈഡിലും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇത്തരം വേസ്റ്റ് ബോക്സസ് വെച്ചിട്ടുണ്ടാവും. നമ്മൾ അതിൽ ഇടുക എന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് ഒരാഴ്ച കൂടുമ്പോൾ കൗൺസിലിന്റെ ആളുകൾ വന്ന് നേരത്തെ പറഞ്ഞതുപോലെ ട്രക്കിൽ വന്നിട്ട് കളക്ട് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും റോഡും പാർക്കും എല്ലാം വളരെ വൃത്തിയായിരിക്കും. ഇതിനെല്ലാം പുറമെ ഇവിടെ വരുന്ന വേറെ വളരെ വലിയ ഒരു വേസ്റ്റ് ആണ് പട്ടി കാഷ്ടിക്കുന്ന വേസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആളുകൾക്ക് പെറ്റായിട്ട് പട്ടിയെ വളർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ വൈകുന്നേരം അവർക്ക് എപ്പോഴാണ് സമയമുള്ളത് ആ സമയത്ത് ഇവരെ പട്ടിയെ നടത്തിക്കാൻ കൊണ്ടുപോകും. പട്ടിയെ നടത്തിക്കാൻ കൊണ്ടുപോവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പട്ടിയെ അപ്പിയിടാൻ കൊണ്ടുപോവുക എന്നുള്ളതാണ്. പക്ഷെ ഈ അപ്പി ഇടുന്നത് കറക്റ്റായിട്ട് അവർ വാരിയിട്ടുണ്ടാവണം എന്ന് കൗൺസിൽ ഉറപ്പ് വരുത്തും. അല്ലെങ്കിൽ അവർ 1000 പൗണ്ടൊക്കെ ഫൈൻ അടയ്ക്കുന്നൊക്കെ പലയിടത്തും ബോർഡ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവർ എങ്ങനെയാണ് ഇത് വാരുന്നത് എന്നുള്ളത് വളരെ രസകരമായ കാര്യമാണ്. പട്ടി നടത്തിക്കാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ ഇവരുടെ കയ്യിൽ ഇവരുടെ കയ്യിൽ കുറെ പ്ലാസ്റ്റിക് ബാഗ്സ് ഉണ്ടാവും. എന്നിട്ട് പട്ടി അപ്പിയിട്ട് കഴിയുമ്പോൾ ഇവർ പ്ലാസ്റ്റിക് ബാഗ് കയ്യിലിട്ടിട്ട് അത് കോരിയെടുക്കും. എന്നിട്ട് അത് കെട്ടിയിട്ട് ഇതുപോലത്തെ ബിന്നിലിടും. അതായത് ഈ ബിന്നിൽ അതും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പ്ലാസ്റ്റിക് ബാഗുകളും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗിലാക്കിയ ഡോഗ് വേസ്റ്റും ഇടാം എന്നുള്ളത്. അത്രയും സഹകരിക്കുന്ന ആളുകൾ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ ഇത്രയും വൃത്തിയായി നടക്കുന്നതെന്ന് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന രീതികൾ. പക്ഷെ ഇത് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് അർത്ഥമില്ല. അതായത് ഇപ്പൊ പ്രത്യേകിച്ചും ഇവിടുത്തെ ടീനേജ് പിള്ളേർക്ക് ഇത്രയും സൗകര്യം ഉണ്ടെങ്കിലും അവർ പലപ്പോഴും പക്വതയാവാത്തതിൻ്റെയൊക്കെയാണ് അവർ പലപ്പോഴും
ഡ്രിങ്ക്സിന്റെ ക്യാനും അല്ലെങ്കിൽ ഈ ക്രിസ്പിന്റെ പാക്കറ്റൊക്കെ മനഃപൂർവ്വം വലിച്ചെറിയും, ലിറ്റർ ആക്കുകയും ചെയ്യുന്ന പിള്ളേരെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു പ്രശ്നം ഉണ്ട്. അപ്പൊ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇവർക്ക് വേറൊരു സംഭവം ഉണ്ട്. അതായത് ഇത്രയും വേസ്റ്റ് മാനേജ്മെന്റിന് പുറമെ സിറ്റിക്കകത്ത് അല്ലെങ്കിൽ പല റോഡ് സൈഡിനകത്തും ഇതുപോലെ വേസ്റ്റ് പിക്ക് ചെയ്യുന്ന ആളുകളെയും ഇവർ നിയമിച്ചിട്ടുണ്ട്. ഇവർക്കൊരു പ്രത്യേക ഏരിയ അസൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇവിടെ ഒരു പ്രത്യേകമായിട്ടൊരു വടിയുണ്ട്. അതായത് അതിനകത്തൊരു ലിവർ ഉണ്ട്. നമുക്ക് വേസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആ ലിവർ ഞെക്കിയാൽ ഇത് ഹോൾഡ് ചെയ്യും, അവർക്ക് ഇങ്ങനെ ബാഗിനകത്ത് ഇടാം. അങ്ങനെ കളക്ട് ചെയ്ത് പോകുന്ന ആളുകളെയും ഇവർ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെയാണ് റോഡ് സൈഡ് അടിച്ചു വാരുന്ന ഒരു മെക്കാനിക്കൽ സിസ്റ്റം. അതായത് ഈ കാണുന്ന ട്രക്ക് ഇത് മുഴുവൻ സ്ട്രീറ്റുകളും അല്ലെങ്കിൽ റോഡിന്റെ സൈഡിലുള്ള പൊടിയും മണ്ണും എല്ലാം വലിച്ചെടുക്കും. നമ്മൾ ഈ വീട്ടിൽ വാക്യൂം ക്ലീനർ യൂസ് ചെയ്യുന്ന പോലെയാണ് അതിന്റെ ആ ബ്രഷ് വർക്ക് ചെയ്യുന്നത്. ആ ബ്രഷ് കറങ്ങുകയും അതിലൂടെ വാക്വത്തിലൂടെ ഈ പൊടി മൊത്തം വലിച്ചെടുത്ത് ഇവർ സ്ട്രീറ്റ് എല്ലാം വൃത്തിയാക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ വൃത്തിയായി കിടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും വീണ്ടും മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും വിന്റർ കഴിയുമ്പോൾ, വിന്ററിൽ നമുക്കറിയാം എല്ലാ മരങ്ങളും ചെടികളും ഇല പൊഴിച്ച് ഉണങ്ങിയ പോലെയായിരിക്കും നിൽക്കുക. അപ്പൊ ഇവർക്ക് പുതിയ പൂച്ചെടികളൊന്നും വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ മാർച്ച് 1-നാണ് ഒഫീഷ്യലി ഇവിടെ സ്പ്രിങ് വന്നു, വിന്റർ കഴിഞ്ഞിട്ട് സ്പ്രിങ് വന്നു എന്ന് പറയുന്നത്. പക്ഷെ അപ്പൊ തന്നെ കറക്റ്റായിട്ട് ഇലകൾ വന്നു തുടങ്ങില്ല. പക്ഷേ സ്പ്രിങ് ആവുമ്പോൾ തന്നെ കൗൺസിലിന്റെ ആളുകൾ പ്രത്യേകിച്ച് റൗണ്ട് പൊട്ടുകളുടെ നടുവിൽ ചില പ്രത്യേക ജംഗ്ഷനുകളിലൊക്കെ പൂക്കൾ അല്ലെങ്കിൽ പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ അതൊരു 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ അത് വിരിഞ്ഞു തുടങ്ങുകയും നല്ല രസമായിരിക്കും. പ്രത്യേകിച്ചും ഇവിടെ ഒരു പാലുണ്ട്. ഈ പാലത്തിന്റെ കൈവരികളിലൊക്കെ പൂച്ചെട്ടികളൊക്കെ സ്ഥാപിക്കും. ചില സ്ഥലങ്ങളിൽ പോസ്റ്റിൽ പൂച്ചെട്ടികൾ തൂക്കിയിടും. അങ്ങനെയൊക്കെയാണ് സൗന്ദര്യവൽക്കരണം നടക്കുന്നത്. എല്ലാ വർഷവും കറക്റ്റ് ആയിട്ട് അവർ ചെയ്യും. അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് സൗന്ദര്യവൽക്കരണം നടക്കുന്നത്. കൂടാതെ ലോൺ മോവിങ്, അതിപ്പോ അപ്പാർട്ട്മെന്റിലാണെങ്കിൽ അത് നോക്കാൻ വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. അതായത് അപ്പാർട്ട്മെന്റിന്റെ കെയർ ടേക്കേഴ്സ് ലോൺ കറക്റ്റായിട്ട് മോവ് ചെയ്യും. കൂടാതെ റോഡ് സൈഡിലുള്ള പുൽമേടുകളെല്ലാം ഇതുപോലെ കൗൺസിൽ ആളുകളെ നിയോഗിച്ച് വെട്ടി നിരപ്പാക്കി ഭംഗിയാക്കി വെക്കുകയും ചെയ്യും. ഇങ്ങനെ ലോൺ മൂവ് ചെയ്യുന്ന ആളുകൾ പുല്ല് വെട്ട് മാത്രമല്ല ചെയ്യുക, വളരെ വൃത്തികേടായി വളർന്നു നിൽക്കുന്ന ചെടികൾ അല്ലെങ്കിൽ മരത്തിന്റെ കൊമ്പുകളും അവർ മുറിക്കും. ഈ മുറിച്ച് എടുക്കുന്ന ചെടി അല്ലെങ്കിൽ കൊമ്പുകൾ അവർ പ്രോസസ്സ് ചെയ്യുന്നത് വളരെ രസകരമായ രീതിയിലാണ്. അതായത് ഇതുപോലൊരു മെഷീൻ ഉണ്ട് അവർക്ക്. അതിനകത്തൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞിട്ട് അപ്പുറത്ത് വരും. അപ്പൊ ആ പൊടി പിന്നീട് അവർക്ക് എടുത്തിട്ട് കമ്പോസ്റ്റ് ആക്കിയിട്ട് വീണ്ടും ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് വളരെ രസകരമായി തോന്നിയൊരു സംഭവമായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് യൂറോപ്പ് എല്ലായ്പ്പോഴും ഭംഗിയായും വൃത്തിയായും ഇരിക്കുന്നത്. വേറൊരു വീഡിയോയിൽ വേറെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ബായ്. അതുവരെ ബായ്.